everyone, welcome back to your class. So, we will learn NIOS Plus Two Data Entry Chapter 8 Formulas, Functions and Chart. Okay? So, we exam important chapter chapter 8 that is Formulas, Functions and Chart. Okay? So, first of all, we will learn formula. What do you mean by formula? The formula okay? Formula നമുക്ക് മലയാളത്തിൽ പറയുന്നത് സൂത്രവാക്യം എന്നൊക്കെ പറയാം. അതായത് നമ്മളൊരു വർക്ക് ഷീറ്റിന്റെ ഡാറ്റ ഉപയോഗിച്ച് നമ്മൾ റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇതാണ് എന്ത് പറയുന്നത് ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്തിനെങ്കിലും ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഏതാ ഉപയോഗിക്കുക? ദാറ്റ് ഈസ് ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റിസൾട്ടുകളൊക്കെ കാണാറ്. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു ഡാറ്റയിൽ വ്യത്യാസം വന്നാൽ അത് യൂസേഴ്സിന്റെ പ്രയത്നമല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിസൾട്ട് കണക്കാക്കപ്പെടാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ എന്തൊക്കെയാണ് നമ്മളെ എക്സൽ ആയിട്ടുള്ള 2017 ഫോർമുല ഉപയോഗിക്കാനുള്ള ഘടകങ്ങൾ അഥവാ കമ്പോണൻസ് ഏതൊക്കെയാണ് നോക്കാം. ഒന്നെന്ന് പറഞ്ഞ ഈക്വലിന്റെ ചിഹ്നമാണ്. ഓക്കെ, ഈക്വൽ നമുക്ക് എന്താ പറയുക തുടക്ക ചിഹ്നം എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, പിന്നെ നമുക്ക് പറഞ്ഞ ഗണിത പ്രയോഗങ്ങൾ അതായത് അരിത്മെറ്റിക്കൽ ഓപ്പറേഷൻസ് എന്നൊക്കെ പറയും. ഏതൊക്കെ? അഡീഷൻ ഉണ്ട്, സബ്സ്ട്രാക്ഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, പിന്നെ ലോജിക്കൽ ഓപ്പറേഷൻ ആയിട്ടുള്ള നമ്മളെ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, പിന്നെ നമുക്ക് എന്താ പറയാ നമ്മളെ സെല്ലിന്റെ റെഫറൻസ്. ഓക്കെ, സെൽ നെയിമുകൾ. ഓക്കെ, നമ്മളെ സെൽ നെയിംസ് കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? നമ്മളെ വർക്കിന്റെ അതായത് വർക്ക് ഷീറ്റുമായി ബന്ധപ്പെട്ട ഫങ്ഷൻസ് ആണ് പറയുന്നത്. ഓക്കെ, സമ്മ്, ആവറേജ് കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് ഏതിൽ പറയണേ ഇതിലൂടെ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ നമുക്ക് നെക്സ്റ്റ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളതാണ് വാട്ട് ആർ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. എന്താണ് ഫങ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദാറ്റ് ഈസ് ആർഗ്യുമെന്റ്സ് എന്ന് വിളിക്കുന്ന നിർദ്ദിഷ്ട വാല്യൂസിന്റെ കണക്കുകൂട്ടലുകൾ നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കുന്ന ഫോർമുലാസിന് വിളിക്കുന്ന പേരാണ് എന്ത്? ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആർഗ്യുമെന്റ്സ് എന്ന് വിളിക്കുന്ന നമ്മളെ വാല്യൂസ്, ഒരു നിർദ്ദിഷ്ട വാല്യൂസ് ഉണ്ട്, അതിന്റെ കണക്കുകൂട്ടലുകൾ എന്ത് ചെയ്യാണ് നമ്മൾ നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അതായത് മുൻകൂട്ടി തയ്യാറാക്കി ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ദാറ്റ് ഈസ് ഫങ്ഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ദാറ്റ് ഈസ് എന്താണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് വാട്ട് ഈസ് ഓട്ടോസം ഫീച്ചർ എന്ന് പറയും. എന്താ ഓട്ടോസം ഫീച്ചർ കൊണ്ട് പറയുന്നത്? നമ്മുടെ സെൽ വാല്യൂസിന്റെ ആകെ തുക കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, അതായത് ടോട്ടൽ ആയിട്ടുള്ള തുക കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഓട്ടോസം ഫീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ സമ്മ് ചെയ്യാനുള്ള സെല്ലിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതായത് ഫോർമുല ടാബ് സെലക്ട് ചെയ്തിട്ട് ഫോർമുല ടാബിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഫങ്ഷൻസ് എന്ത് ചെയ്യും? ലൈബ്രറി ഗ്രൂപ്പിൽ നിന്ന് ഓട്ടോസം ക്ലിക്ക് ചെയ്യും. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുക? സമ്മ് സെലക്ട് ചെയ്തിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? കറക്റ്റ് ആയിട്ട് അതിൽ വരും. ഓക്കെ, എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിൽ വരും. ഓക്കെ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതിൽ വരും. ഏതൊക്കെയാണ് നമ്മളെ ഫോർമുലാസ് നമുക്ക് നോക്കാം. ആവറേജ് ഫംഗ്ഷൻ ഉണ്ട്, മിനിമം ഫംഗ്ഷൻ ഉണ്ട്, മാക്സിമം ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, ആവറേജ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു സംഖ്യകളുടെ ശരാശരി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആവറേജ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ മിനിമം ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സംഖ്യകളിലെ ഏറ്റവും ചെറിയ തുക കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാല്യൂസിന്റെ കൂട്ടത്തിൽ ഏറ്റവും ചെറുത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നോക്കുന്നതിനാണ് മിനിമം ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ മാക്സിമം ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സംഖ്യകളുടെ ഏറ്റവും വലിയ തുക കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാല്യൂസിന്റെ കൂട്ടത്തിൽ നിന്നിട്ട് ഏറ്റവും വലിയ തുക കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ദാറ്റ് ഈസ് മാക്സിമം ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചാർട്ടുകളാണ്. ചാർട്ടുകൾ ഏതൊക്കെയാണ്? നമുക്ക് ചാർട്ട് എന്ന് പറയുന്നത് എന്തിനാണ്? നമ്മളിപ്പോ ചാർട്ട് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നമുക്ക് ചാർട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കുന്നതിന് പകരം ആ ഒരു ചാർട്ട് പ്രസന്റ് ചെയ്താൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാകും. ഓക്കെ, നമ്മൾ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ വരയ്ക്കുന്ന ഒന്നാണ് ചാർട്ട് എന്ന് പറഞ്ഞത്. ചാർട്ടുകൾ പറയുന്നത് ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്. അതിൽ ഏതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് നോക്കാം. കോളം ചാർട്ട് വരുന്നുണ്ട്, ലൈൻ ചാർട്ട് ഉണ്ട്, പൈ ചാർട്ട്, ബാർ ചാർട്ട് ഉണ്ട്, ദെൻ ഏരിയ ചാർട്ട്, XY ചാർട്ട്, സ്റ്റോക്ക് ചാർട്ട്, റഡാർ ചാർട്ട്. ഓക്കെ, ഇത്രയാണ് ചാർട്ടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, കോളം ചാർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് നമ്മൾ ചാർട്ടുകളുടെ അളവുകൾ താരതമ്യപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കോളം ചാർട്ട് എന്ന് പറഞ്ഞത്. ലൈൻ ചാർട്ട് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു നിശ്ചിത സമയത്തെ വിവരങ്ങളുടെ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടാണ് ലൈൻ ചാർട്ട് ഉപയോഗിക്കുന്നത്. പൈ ചാർട്ട് എന്ന് പറയുന്നതാണ് നമ്മൾ ആനുപാതികമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് തന്നെയാണ് പൈ ചാർട്ട് എന്ന് പറയുന്നത്. ബാർ ചാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ ഐറ്റത്തിന്റെയും താരതമ്യ കണക്കുകൾ കണക്കാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ദെൻ ഏരിയ ചാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്താണ്? ഡിഗ്രി ഓഫ്, അതായത് ഓവർ ടൈം, ഡിഗ്രി ഓഫ് ചേഞ്ച് ഇൻ
ഓവർ ടൈം, അത് ഓരോ ടൈമിൽ വന്ന് ചേഞ്ച് കണക്കാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ദെൻ XY എന്ന് പറയുന്നത് എന്താണ്, രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ബന്ധം കണക്കാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് XY ചാർട്ട് എന്ന് പറയുന്നത്. സ്റ്റോക്ക് ചാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ അതായത് കയറ്റിറക്കങ്ങൾ നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് സ്റ്റോക്ക് ചാർട്ട് എന്ന് പറയുന്നത്. ദെൻ റഡാർ ചാർട്ട് ആണ്. റഡാർ ചാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അഗ്രിഗേറ്റ് വാല്യൂ, ടോട്ടൽ വാല്യൂ ഒക്കെ താരതമ്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളതാണ് റൈറ്റ് ദ കമ്പോണൻസ് ഓഫ് എ ചാർട്ട്. ചാർട്ടിന്റെ കമ്പോണൻസ് ചോദിക്കാറുണ്ട്. ഒന്നെന്താണ്, ചാർട്ട് ടൈറ്റിൽ ഉണ്ട്, ദെൻ X ആക്സിസ് ചാർട്ട്, Y ആക്സിസ്, ദെൻ X ആക്സിസ് ടൈറ്റിൽ ഉണ്ട്, Y ആക്സിസ് ടൈറ്റിൽ, ഡാറ്റ ലേബല്, ടിക്ക് മാർക്ക്, ഗ്രിഡ് ലൈന്, ഇതൊക്കെയാണ് എന്തെന്ന് പറഞ്ഞ ചാർട്ടിന്റെ കമ്പോണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ എന്തൊക്കെയാണ് ചാർട്ടിന്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്? അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇത്രയാണ് പഠിക്കാനുള്ളത്. അതായത് തിയറിറ്റിക്കലി നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയാണ്. നമുക്ക് ഇതിൽ കൂടുതലായിട്ട് നോക്കേണ്ട നമ്മളെ ഫംഗ്ഷൻസ്, ഫോർമുലാസിൽ വരുന്ന മിനിമം ഫംഗ്ഷന്, മാക്സിമം ഫംഗ്ഷന്, ആവറേജ് ഫംഗ്ഷൻ ആണ്. പിന്നെ നമുക്ക് അതിൽ ഏതൊക്കെ വരിക, സെൽ റെഫറൻസ് നോക്കിയിട്ട്, അതേപോലെ തുടക്ക ചിഹ്നങ്ങൾ നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫംഗ്ഷന് നമ്മൾ എഴുതുക, അഥവാ ഒരു ഫോർമുല നമ്മൾ എഴുതണമെങ്കിൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ കമ്പോണൻസ് ഓഫ് ചാർട്ടും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചാർട്ടുകളാണ് ഇതിൽ പഠിക്കാനുള്ളത്. ചെറിയൊരു ചാപ്റ്റർ ആണ്, പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ചെറുതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററും കൂടെ ആണ് ഇത് എന്ന് പറയുന്നത്. ഓക്കെ, സോ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദെൻ താങ്ക് യു.